എന്തേ മുസ്ലിമീങ്ങൾക്ക് ഇവിടെ സമാധാനമില്ലാത്തത്? കയ്യിൽ പണമില്ലാഞ്ഞിട്ടാണോ? അധികാരമില്ലാഞ്ഞിട്ടാണോ? സ്ഥാനമാനങ്ങളില്ലാഞ്ഞിട്ടാണോ? ആൾ ബലത്തിൽ മുസ്ലിമീങ്ങൾ കുറഞ്ഞതുകൊണ്ടാണോ? അല്ല അല്ല. ഇന്ന് മുസ്ലിമീങ്ങൾക്ക് ധാരാളം സമ്പത്തുകളുണ്ട്. പെങ്ങന്മാരെ, നിങ്ങൾ എന്റെ സംസാരം കേൾക്കുന്നുണ്ടല്ലോ. ഇന്ന് നിങ്ങൾ ഈ കിന്യ പരിസരങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കൂ. KC റോഡ് ജംഗ്ഷനിന്റെ പാർശ്വഭാഗത്തേക്കൊന്ന് കണ്ണോടിച്ചു നോക്കൂ. മംഗലാപുരത്തിന്റെ ഹൃദയഭാഗങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കൂ. അവിടെ എത്ര വലിയ വാഹനങ്ങളാണ് സഞ്ചരിക്കുന്നത്. ആരാണ് ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്നത്? ഒരു പക്ഷേ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുകയാണ്. അന്യമതസ്ഥരെക്കാളും കൂടുതൽ വലിയ വലിയ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നത് തലയിൽ തൊപ്പിയണിഞ്ഞ മുസ്ലിമാണ് കേട്ടോ. ശരീരങ്ങളിൽ പർദ്ദ വസ്ത്രമണിഞ്ഞ സ്ത്രീകളാണ് കേട്ടോ. എന്തേ മുസ്ലിമിന്റെ കയ്യിൽ പണത്തിന് കുറവില്ല? എത്രയോ ബിൽഡിങ്ങുകൾ മുസ്ലിമീങ്ങളെ പേരിലുണ്ട്. സഹോദരന്മാരെ, സ്ത്രീകളുടെ ഭാഗത്തേക്ക് പ്രത്യേകമായി ഒരു അറിയിപ്പ്. കഴിഞ്ഞ ദിവസം ഇവിടെ സ്ത്രീകളിലേക്ക് കവർ വിതരണം ചെയ്തിരുന്നു. ആ കവർ സ്വീകരിക്കാനായി നിങ്ങളുടെ അടുത്തേക്ക് ബന്ധപ്പെട്ട പ്രവർത്തകർ, ചെറിയ മക്കൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ ഇൻഷാ അല്ലാഹ് ബക്കറ്റുമായി വരും. ആ ബക്കറ്റിൽ ഇന്നലെ നിങ്ങൾ കൊടുത്ത കവർ, അത് കവർ തന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റൂല. കവറിന്റെ ഉള്ളിൽ നല്ലൊരു സംഖ്യ കൊടുക്കണം. കാരണം വെറുതെ കവർ അങ്ങോട്ട് തന്നിട്ട് ഇങ്ങോട്ട് കവർ ബക്കറ്റ് അതേ രീതിയിൽ ഇട്ടാൽ അത് പറ്റൂല. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ എത്തിച്ചേരാനായി. തങ്ങളവരുകൾ വന്ന ഉടനെ ഞാൻ എന്റെ സംസാരം നിർത്തും. എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് അവരുകൾ ദുആ ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത്, ഒരുപാട് ഫ്ളാറ്റുകളും കോംപ്ലക്സുകളും ബിൽഡിങ്ങുകളും മുസ്ലിമീങ്ങളുടെ പേരിലുണ്ട്. ഒരുപാട് ലാൻഡ് മുസ്ലിമീങ്ങൾക്കുണ്ട്, എസ്റ്റേറ്റുകളുണ്ട്. 52-ലേറെ രാഷ്ട്രങ്ങൾ ഇസ്ലാമിന്റെ പേരിലുണ്ട്. പിന്നെന്താണ് ചെറുപ്പക്കാരെ മുസ്ലിമീങ്ങൾക്ക് സമാധാനമില്ലാത്തത്? മുസ്ലിമീങ്ങളെ കാണുമ്പോൾ പലർക്കും ദേഷ്യം വരാനുള്ള കാരണം എന്താണ്? അതിന് മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ സമുദായത്തിനൊരു കാലം വരാനിരിക്കുന്നു. ആ കാലഘട്ടത്ത് മുസ്ലിമീങ്ങളുടെ നിലവാരം എന്താണ്? അന്ന് ഡസ്റ്റ്ബിന്നുകളിലേക്ക് വലിച്ചെറിയപ്പെടുന്ന അഴുക്കുകളുണ്ടല്ലോ, ആ അഴുക്കുകളെക്കാളും മതപ്പതിച്ചവരാണ് മുസ്ലിമീങ്ങൾ. എന്തേ കാരണം? സ്ഥാനമാനങ്ങളില്ലാഞ്ഞിട്ടല്ല, അധികാരമില്ലാഞ്ഞിട്ടല്ല. പിന്നെയോ മുസ്ലിമീങ്ങളിൽ വേണ്ടതുപോലെ ഇസ്ലാം അവരുടെ ജീവിതങ്ങളിലില്ല. ഒരുപാട് പേര് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. അത് നിർബന്ധിച്ചു വരുത്തിയതല്ല. നിർബന്ധിക്കുക എന്ന പ്രമേയം ഇസ്ലാമിൽ സ്വീകാര്യമല്ല. അതേ സമയത്ത് ഒരുപാട് പേര് ഇസ്ലാമിലേക്ക് വരുന്നു. രാജസ്ഥാനിൽ ഈ അടുത്ത് ഒരു IAS ഓഫീസർ ഇസ്ലാമിലേക്ക് വന്നു. എന്തേ കാരണം? ഇസ്ലാം കാണിക്കുന്ന വിശാലമായ ആശയമാണ്. പോരാ, എന്റെ പെങ്ങന്മാര് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ. തമിഴ്നാട്ടിലുള്ളൊരു സിനിമാ നടിയാണ് മിസസ് മോണിക്ക. ആ മോണിക്ക മാസങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മിസസ് റാഹിമ എന്ന പേര് സ്വീകരിച്ചു. ആ റാഹിമയോട് ഇന്ത്യൻ എക്സ്പ്രസ് എന്ന ഇംഗ്ലീഷ് പത്രക്കാരൻ ഒരു ഇന്റർവ്യൂ നടത്തി. എന്തേ മോനിക്ക നീ നിന്റെ മതം വിട്ട് ഇസ്ലാമിലേക്ക് പോയത്? ഒരു പക്ഷേ ഒരു മുസ്ലിം ചെറുപ്പുള്ളത് കൊണ്ടാണോ? അതല്ല, ഏതോ ഒരു മുസ്ലിമിൽ കണ്ട പണം കാരണമായിട്ടാണോ? കാലത്ത് എന്താണ്? അല്ല അല്ല, I studied
the Prophet Muhammad sallallahu alaihi wasallam's principles. I studied the sayings of Prophet Muhammad, peace and blessings of Almighty Allah be upon him. So I accepted Islam. Therefore I converted to Islam. From hereafter I won't act in the field. Allah ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു ചെല്ലാനുള്ള കാരണം ഒരു മുസ്ലിംകാരനെ മുസ്ലിമീങ്ങളിൽ കണ്ട സാമ്പത്തികമായ പുരോഗതി നിമിത്തമല്ല, പിന്നോ ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു ചെല്ലാനുള്ള കാരണം എന്താണ്? മുസ്ലിമീങ്ങളുടെ നേതാവായ താജിദാരെ മദീന, സർക്കാരെ ആലം, സയ്യിദേ കായിനാത്ത് ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ ആ ആശയത്തിന്റെ പ്രസക്തിയും അതിലെ സാന്യതയും മനസ്സിലാക്കി ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു. ഇതുപോലും പേരെന്താണ്? എന്റെ വീട്ടിന്റെ പേര് അൽ ഖമർ മൻസിൽ എന്നാണ്. പക്ഷേ ാണ് ഈ പച്ചക്കുതിരനെ അയച്ചത്. അങ്ങനത്തെ ഒരുപാട് ചിന്താഗതിയുണ്ട്. ഒന്നും അതിൽ പെട്ടുപോകരുതെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ പലതും. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് മുന്നിൽ കൂടെ ഒരു പൂച്ച അങ്ങോട്ട് വിട്ടുകിടന്നാൽ ഒരു പെണ്ണ് കാണാൻ പോവാണ് ചെറുപ്പക്കാരൻ. പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് ഒരിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് മുന്നിൽ കൂടെ ഒരു പൂച്ച വിശ്വാസം ഇരിക്കട്ടെ, ഞാനിപ്പോ അതിലേക്ക് കിടക്കുന്നില്ല. ആ റബീഉൽ അവ്വൽ 12 വന്നപ്പോ നമ്മുടെ നാടുകളിൽ മുഴുവനും പച്ച. സുബ്ഹാന ജല്ല ജലാലുഹു. പച്ച സ്റ്റിക്കർ മാത്രമല്ല, പച്ച കടലാസ് മാത്രമല്ല, എല്ലാ മുസ്ലിം ചെറുപ്പക്കാരുടെ ശരീരം പച്ച. മുസ്ലിം ചെറുപ്പക്കാരൻ ധരിച്ച ടീഷർട്ടിന്റെ കളർ പച്ച, മുസ്ലിം ചെറുപ്പക്കാരൻ ധരിച്ച പാന്റിന്റെ കളർ പച്ച. എന്തിനേറെ പറയണം, അത് മാത്രമല്ല തലയിൽ ധരിച്ച തൊപ്പിന്റെ കളർ പച്ച. പോരാ, ഈ മുസ്ലിം ചെറുപ്പക്കാരൻ റബീഉൽ അവ്വൽ 12 പ്രകടനം പോകാൻ ഉദ്ദേശിച്ചപ്പോ ആ പ്രകടനത്തിനു വേണ്ടി ഉപയോഗിച്ച വാഹനം നല്ലൊരു വണ്ടിയാണ്. ബുള്ളറ്റ് വണ്ടി, അല്ലെങ്കിൽ പൾസർ, അല്ലെങ്കിൽ ഹീറോ ഹോണ്ട. ആ ഹീറോ ഹോണ്ട മുഴുവനും പച്ച കൊണ്ടങ്ങ് മുങ്ങിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഞാൻ ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, ഈ പച്ചയുടെ പ്രകടനം നടത്തിയ ചെറുപ്പക്കാരൻ റബീഉൽ അവ്വൽ 12 സുബഹി നിസ്കാരത്തിന് KC റോഡ് പള്ളിയിൽ വന്നിട്ടുണ്ടോ? ജമാഅത്ത് പള്ളിയിൽ വന്നിട്ടുണ്ടോ? ഇല്ല. അതിന് ഇവനെ കിട്ടൂല. പിന്നെ എന്തിനാണ് ഇവനെ കിട്ടുന്നത്? പ്രകടനത്തിന് ഇവനെ കിട്ടും, എല്ലാത്തിനും ഇവനെ കിട്ടും, നിസ്കരിക്കാൻ ഇവനെ കിട്ടൂല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓ ചെറുപ്പക്കാരെ, കേവലം ഒരു കളറിലായി മാത്രം ഇസ്ലാമിനോടുള്ള ബന്ധം ഒതുങ്ങിക്കൂടാ. പച്ചക്ക് ഇസ്ലാമുമായി ബന്ധമില്ല എന്നല്ലോ ഈ പറഞ്ഞതിനർത്ഥം. പച്ചക്ക് ഇസ്ലാമിനോട് ബന്ധമുണ്ട്. അതെന്താണ് ബന്ധം? നിങ്ങൾ കേട്ടിരിക്കും ബഹുമാനപ്പെട്ട നബിയുള്ളാഹി ഖിളർ അലൈഹിസ്സലാം. ഖിളർ നബി അലൈഹിസ്സലാമിന്റെ പേരെന്താണ്? ഖിളർ എന്നാണ്. ഖിളർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വിദേശത്തൊക്കെ കാണാം ഖലറാബാത്ത്. ഖലറാബാത്ത് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ്, പച്ചക്കറി, തർക്കാരി എന്നാണ് അവിടെയൊക്കെ പറയാ. അപ്പൊ പച്ചക്കറി ഖലറാബാത്ത് എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഖലർ പറഞ്ഞ പച്ച. ഖിളർ നബി അലൈഹിസ്സലാം സുബ്ഹാനല്ലാഹ് ഇന്നും ജീവിച്ചിരിപ്പുള്ള ഒരു മഹാനാണ്. കാണാൻ കഴിയും ഖിളർ നബി അലൈഹിസ്സലാമിനെ. അങ്ങനെ കാണാൻ കഴിയുന്നത് കൊണ്ട് ചില ആളുകൾ ഖിളർ നബി അലൈഹിസ്സലാമിനെ കാണാൻ വേണ്ടി ഒരു വഴി കണ്ടിട്ടുണ്ട്. എന്താ വഴി അറിയോ? സുബ്ഹാനല്ലാഹ്. ഒരാളെ പരിചയമില്ലാത്ത ഒരാളെ കണ്ടാൽ, ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ, പരിചയമില്ലാത്ത ഒരാളെ കണ്ടാൽ, അപ്പൊ എന്നെ നിങ്ങൾക്കൊക്കെ പരിചയമുണ്ട്, നിങ്ങളിൽപ്പെട്ട ചില ആളുകൾ എനിക്കും പരിചയമുണ്ട്. അപ്പൊ പരിചയമുള്ള തമ്മിൽ ആളുകൾ കാണുമ്പോൾ അവനൊന്നും ചെയ്യൂല. അതേ സമയത്ത് പരിചയമില്ലാത്ത ആളുകൾ തമ്മിൽ കണ്ടുപിടിയാൽ വേഗം കൈ കൊടുക്കും. കൈ കൊടുത്ത ഉടനെ ഒറ്റൊരു പിടുത്തം ഇവിടെ. സുബ്ഹാനല്ലാഹ്. ഇത് ഈ ഭാഗത്തിൽ പിടുത്തം. എന്താ അങ്ങനെ ചോദിക്കാനും പേടി? എന്താ അങ്ങനെ? അത് ആരോ പറഞ്ഞു, ഖിളർ നബി അലൈഹിസ്സലാമിനക്ക് ഇവിടുത്തെ എല്ലില്ല എന്നൊരു വിവരം കിട്ടിയിട്ടുണ്ട് ഈ ഭാഗത്ത്. അപ്പൊ അവിടെ മെല്ലെ എന്നെ തൊട്ട് നോക്കിയിട്ട് ഒന്ന് അമർത്തി നോക്കിയാൽ എല്ലില്ല എന്ന് കണ്ട പിന്നെ കൺഫേം ആയി നബിയുള്ളാഹി ഖിളർ അലൈഹിസ്സലാം. അങ്ങനെ ഖിളർ നബി അലൈഹിസ്സലാം ആണോ അല്ലേ എന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്
ആ ഖിദർ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞെടുത്ത് കിതാബുകളിൽ കാണാൻ കഴിയും. അതാണ് പച്ചക്ക ഇസ്ലാമുമായുള്ള ടച്ച്. എന്താണ്? ഒരു സ്ഥലത്ത് ഖിദർ നബി അലൈഹി സ്വലാം വന്നിരുന്നാൽ പരിസരം മുഴുവനും പച്ചയാകും. അതാണ് ഖിദർ നബി അലൈഹി സ്വലാമുക്കും പച്ചക്കുമായുള്ള ബന്ധം. അപ്പൊ ഇവിടെ ഖിദർ നബി അലൈഹി സ്വലാം വന്നിരുന്നു കരുതാ, എന്നാൽ ആ ഇരുന്നത് കാരണമായി പരിസരത്ത് പച്ചയാകും. അപ്പൊ ഖിദർ നബി അലൈഹി സ്വലാമൊക്കെ പച്ചക്കും ബന്ധമുണ്ട്, ആ ഒരു പച്ച ഇസ്ലാമുമായി ബന്ധമുണ്ട്. അല്ലാതെ പച്ച എന്ന് പറഞ്ഞാൽ മാത്രമേ ഇസ്ലാം അങ്ങനെയില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ മുസ്ലിമീങ്ങളും എല്ലാ ഉസ്താദുമാരും ബഹുമാനപ്പെട്ട തങ്ങൾ ഉൾപ്പെടെ എല്ലാരും പച്ച ജുബ്ബയും പച്ച ഖമീസും പച്ച തലകെട്ടും അങ്ങനെ കെട്ടേണ്ടിയിരുന്നു. പക്ഷെ അങ്ങനെ ആരും ബഹുമാനപ്പെട്ട സയ്യിദുനാ താജുൽ ഉലമ, ബഹുമാനപ്പെട്ട ശൈഖുനാ നൂറുൽ ഉലമ, ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ ഈക്ക ഉസ്താദ്, ബഹുമാനപ്പെട്ട ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ്, സമസ്തയുടെ ആലിമീങ്ങൾ അവരൊക്കെ വെള്ള വസ്ത്രം ധരിച്ചവരാണ്. കാരണം വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല വസ്ത്രം വെളുത്ത വസ്ത്രമാണെന്ന് ഖാല റസൂലുള്ളാഹി. ഞാൻ ഇടയ്ക്ക് വെച്ച് പറഞ്ഞതാ. ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, കേവലം കലറുകളിൽ മാത്രം ഒതുങ്ങിക്കൂടാ നമ്മുടെ ഇസ്ലാം. പിന്നെയോ മോനെ ചെറുപ്പക്കാരാ, നമുക്ക് ഇസ്ലാമുമായി ബന്ധമുണ്ട് എന്തിനെ ഇവിടെയാണ് ചിന്തിക്കേണ്ടത്. ഞാനിപ്പോ ഒരു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് സാധുവാഴി എന്റെ ജില്ലയിൽ ചിക്കമംഗ്ലൂരിൽ ഞാൻ വാതിന് പോയ സമയേ ജമാഅത്ത് കമ്മിറ്റി പറഞ്ഞു സുന്നിലാണ് പരിപാടി നടത്തുമ്പോൾ മുന്നിലാണ്, അതേ സമയം കിട്ടൂല, അതുകൊണ്ട് ഒരൽപ്പം പ്രശ്നമെന്ന് ഈ നാട്ടുകാരത്രക്കാരല്ല എന്ന് എനിക്കറിയാം. ഞാനൊരു കാര്യം പറയട്ടെ, എത്ര പ്രവർത്തിച്ചാലും എന്ത് ചെയ്താലും സ്വയം നന്നാകാതെ മറ്റുള്ളവനെ നന്നാക്കിയിട്ട് കാര്യമുണ്ടോ? ഗൗരവമുള്ള കാര്യമാണ് 5 നേരത്തെ നിസ്കാരം എന്നത്. സുബ്ഹാനോ, ഞാൻ എന്റെ വളരെ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. നിങ്ങളുടെ ഈ പരിസരങ്ങളിൽ എക്സിബിഷൻ പോലെ ഒരുപാട് ഉത്സവങ്ങൾ വരുന്നു. ആ ഉത്സവങ്ങളും എക്സിബിഷനും വരുമ്പോ അവിടെ കറങ്ങുന്ന യന്ത്രങ്ങൾ കാണാം, അതുപോലെ തന്നെ ഒരുപാട് കടകളും ചന്തകളും കാണാം. എന്നാൽ അവിടെ കാണുന്ന കൂടുതലാണ്. നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയാലും കാര്യമില്ല, വിഷമമില്ല. ഏറ്റവും കൂടുതൽ അവർ കാണുന്നത് പർദ്ദയണിഞ്ഞ മുസ്ലിം സ്ത്രീകളെയല്ലേ. ഞാനിപ്പോ ഓർക്കുന്നു, സാധുവായ ഞാനിവിടെ പ്രസംഗത്തിന് വരുമ്പോ മൂടുബിദ്രയിൽ നിന്ന് മംഗലാപുരം കഴിഞ്ഞ് ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി മംഗലാപുരം സിറ്റിയുടെ ഉള്ളിൽ എന്ററായതാണ്. അവിടെ ഒരു കർക്ക് എന്ന ഒരു പാർക്ക് ണ്ട്. ആ പാർക്കിൽ പോയിട്ട് വൈകുന്നേരം ഒരുപാട് പുരുഷന്മാരും സ്ത്രീകളും അവിടെ അതാ ബടായി പൊട്ടിക്കുകയാണ്, സമയം പാഴാക്കുകയാണ്. അങ്ങനെ ഞാനിപ്പോൾ അതിലൂടെ അങ്ങ് വന്നപ്പോ നിങ്ങൾ ചോദിക്കേണ്ട ഉസ്താദ് നിങ്ങൾക്ക് എന്താ അങ്ങോട്ട് പോയത് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട. അതിനാണ് ഞാൻ നിങ്ങളെ ചോദ്യത്തിന് ഉസ്താദുമാർക്കറിയാം മുഖദ്ദറായ സുവാലിന്റെ ജവാബ് എന്ന് പറഞ്ഞിട്ട് ഉസ്താദുമാരുടെ ഭാഷയിൽ പറയും. അതായത് ചോദ്യം ഉത്ഭവിച്ചിട്ടില്ലെങ്കിലും ഉത്ഭവിക്കാൻ പോകുന്ന ചോദ്യത്തിന് തന്നെ നേരത്തെ മറുപടി പറയും. അപ്പൊ അങ്ങനെ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി, നേരെ ബൈപ്പാസ് പിടിച്ചിട്ട് നേരെ പമ്പുകൾ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അതേ സമയത്ത് ഉള്ളിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ആ ആവശ്യം എന്തേലും ചോദിക്കണ്ട, അത് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ആ ആവശ്യം എന്ത്, അത് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉള്ളിൽ പോയി പിന്നെ മടങ്ങി വരണമെങ്കിൽ അതിന്റെ മുന്നിൽ കൂടെ തന്നെയാണ് വരിക. അതിലൂടെ വരുമ്പോ സുബ്ഹാനല്ലാഹ് പറയുന്ന സ്ത്രീകൾ നാണമില്ലേ നിനക്ക് ചോദിക്കേണ്ടി വരൂ. കയ്യിൽ ഒരു ചെറിയ ഐസ്ക്രീമിന്റെ ഐസ്ക്രീമിന്റെ കപ്പും പിടിച്ചിട്ട് ചെറിയ ഒരു യൂസ് ആൻഡ് ത്രോ സ്പൂണും പിടിച്ചിട്ട് കദ്രി പാർക്കിന്റെ മുന്നിൽ ഉമ്മമാരെ പർദ്ദയണിഞ്ഞ സ്ത്രീകളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. യഥാ അന്യ പുരുഷന്മാർക്ക് മുന്നില് മഗ്രിബ് നിസ്കാരത്തിന്റെ സമയം ബാങ്ക് കൊടുത്ത നേരാണ് അവരവിടെ ഐസ്ക്രീം തിന്നിട്ട് ബടായി പൊട്ടിക്കുന്നു. എവിടെയാണ് മഗ്രിബ് നിസ്കരിക്കുന്നത്? കദ്രി പാർക്കിന്റെ ഉള്ളിൽ പ്രയർ ഹാൾ ഉണ്ടോ ഇല്ലേ എനിക്കറിയില്ലട്ടോ. അങ്ങനെ എന്റെ അറിവിലില്ല പാർക്കിന്റെ പ്രയർ ഹാളുള്ള. ഇങ്ങനെ പാർക്കുകാർ ചെയ്യൂല എന്ന് ഉറപ്പല്ലേ? കാരണം ഇബാദത്ത്
അവിടെ കിട്ടൂലല്ലോ, നിസ്കരിക്കുന്നവർ അവിടെ കിട്ടൂലല്ലോ. ഈമാനുള്ളവരെ പാർക്കിൽ പോയി അന്യ സ്ത്രീകൾക്ക് മുന്നിൽ, അന്യ പുരുഷന്മാർക്ക് മുന്നിൽ സമയം പാഴാക്കാൻ കിട്ടൂലല്ലോ. അതേ സമയത്ത് ഞാൻ അവിടെ ചിന്തിച്ചു പോയി, ഈ ഉമ്മമാര് മഗ്രിബ് നിസ്കരിച്ചതെവിടെ? ഈ സഹോദരിമാര് മഗ്രിബ് നിസ്കരിച്ചതെവിടെ? വളരെ ഗൗരവത്തോടെ ഉമ്മമാര്, സഹോദരിമാരെ, ഒരു നേരത്തെ നിസ്കാരം പോലും ഖളാ ചെയ്തുകൂടാ. നിങ്ങൾ ഈ കേസി റോഡ് പരിസരത്തെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഉപ്പമാര്, നമ്മുടെ വല്യുപ്പമാര്, അവരതാ സുബഹി ജമാഅത്തിന് പള്ളിയിൽ വന്ന് നിസ്കരിച്ചായിരുന്നു. ഇല്ലതാ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, അന്ന് വീടുകളിൽ അതാ ട്യൂബ് ലൈറ്റ് ഇല്ല, അന്ന് വീടുകളിൽ ബൾബില്ല, ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന എമർജൻസി ലൈറ്റ് ഇല്ല, സ്ട്രോങ് ലൈറ്റ് ഇല്ല, ചെറിയ ഒരു മെഴുകുതിരിയാണ്, എണ്ണ ഒഴിച്ചിട്ട് കത്തിക്കുന്നൊരു വിളക്കാണ്, അല്ലാത്തൊരു വിളയില്ല. നമ്മുടെ നാടുകളിലില്ല, പള്ളികളിലില്ല. ആ കാലഘട്ടത്ത് പോലും പ്രായം ചെന്ന നമ്മുടെ ഉപ്പമാരും നമ്മുടെ വല്യുപ്പമാരും അവരതാ ക്ഷീണത്തിന് വകവെക്കാതെ, ആരോഗ്യത്തിന് വകവെക്കാതെ, സുബ്ഹാനല്ലാഹ്, തണുപ്പാണോ ചൂടാണോ അതിനെക്കുറിച്ച് പള്ളിയിൽ നിസ്കരിച്ച ഉമ്മമാർ, കാരണവന്മാർ ജീവിച്ച പരിസരങ്ങളല്ലേ. ഇന്ന് നമുക്കതിന് നേരമില്ലല്ലോ ചെറുപ്പക്കാര്. നേരത്തെ തന്നെ ഉറങ്ങാൻ നമുക്ക് നേരമില്ല. ഉസ്താദേ, അതിന് നേരത്തെ എണിക്കണ്ടേ? അതിനെനിക്ക് സമയം കിട്ടുന്നില്ല ഉസ്താദ്, ഞാൻ കുറെ വൈകിട്ടാണ് കിടന്നുറങ്ങുന്നത്. മോനെ കിടന്നുറങ്ങിയത്, നിനക്കൊന്ന് നേരത്തെ കിടന്നുറങ്ങേ. ചിലർക്കൊരു കുറെ നേരം അവിടെ സമയം പാഴാക്കും. ഞാൻ അങ്ങനെ ജംഗ്ഷനിന്റെ പേര് പറയാൻ കാരണം ഈ പരിസരത്തുള്ളത്ത് പ്രസംഗിക്കുകയാണെങ്കിൽ അവിടുത്തെ ജംഗ്ഷനെ കുറിച്ച് ഞാൻ പറയാമായിരുന്നു. ഞാനിപ്പോ മീനാദി കുത്തുബി നഗറിൽ പ്രസംഗിക്കുന്നത് കൊണ്ട് എനിക്ക് പരിചയമുള്ള ഒരു ജംഗ്ഷൻ അതായത് കൊണ്ട് മാത്രം ഞാനിപ്പോ പറഞ്ഞതാണ്. കുറെ നേരം അവിടെ സമയം പാഴാക്കുന്നു, അവിടെ സിഗരറ്റ് വലിക്കുന്നു, കഞ്ചാവ് വലിക്കുന്നു, മധുവും ആൻസും ഉപയോഗിക്കുന്നു, ചിലപ്പോ വേണമെങ്കിൽ കള്ളും കുടിക്കുന്നു. എന്നിട്ട് കുറെ നേരം വൈകിയപ്പോൾ നേരെ യഥാ വീട്ടിലേക്ക് വരുന്നു. എപ്പോഴാണ് വീട്ടിൽ കയറി വരുന്ന സമയം? സുബ്ഹാനല്ലാഹ്, രാത്രി 3 മണിക്ക്. ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് മടങ്ങി വരുന്നത്, മോനെ, നിന്നെ വേദനിപ്പിക്കാനല്ലോ ഞാൻ ഈ പറയുന്നത്. ഞാൻ നിങ്ങളൊക്കെ എന്റെ ജ്യേഷ്ഠ സഹോദരന്മാരോ അല്ലെങ്കിൽ എന്റെ അനുജന്മാരോ എന്ന മനസ്സിട്ടാണ് പറയുന്നത്. 3 മണിക്ക് നീ നിന്റെ വീടങ്ങ് മടങ്ങുമ്പോ ആ കിടന്നുറങ്ങുന്ന നിന്റെ ഉമ്മയില്ലേ, നിന്റെ ഉപ്പയില്ലേ, ഏകദേശം 60, 65, 70 പ്രായം കഴിഞ്ഞ ആ ഷുഗർ കേട്ടോ, ആ ഉപ്പാക്ക് ഷുഗർ ഉണ്ട് കേട്ടോ. നീ എത്ര വലിയ തെമ്മാടിയായാലും നീ വീട്ടിൽ വന്നോ ഇല്ലേ എന്ന് ഉറപ്പിക്കാതെ ഉമ്മ ഉറങ്ങൂല. അതാണ് ഉമ്മാന്റെ സ്വഭാവം. സുബ്ഹാനല്ലാഹ്, ഞാനിപ്പോ ഓർക്കുകയാണ്, സാധുവായ ഞാൻ ഈ അടുത്ത് വാലിന് പോയി. വാലിന് പോയപ്പോ എന്റെ ഉമ്മ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഞാൻ എവിടെ വാലിന് പോകുമ്പോഴും എന്റെ തലയിലൊന്ന് മന്ത്രിച്ചു തരും. കാരണം ആളാലും ഞാൻ വലുതായി നല്ലട്ടോ, അതിന്റെ അർത്ഥം എത്ര വലിയ ഖോജയായാലും എത്ര വലിയ ആലിമായാലും മാന്റെ പൊരുത്തമില്ലേ. ഖോജാക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല, ആലിമിന് രക്ഷപ്പെടാൻ സാധ്യമല്ല. ചരിത്രങ്ങളുണ്ട്, ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോ അങ്ങനെ മന്ത്രിച്ചു തന്നു. പക്ഷെ ഒരു ദിവസം ഉമ്മ വീട്ടിലില്ല. ഞാൻ വേദന പോകുന്ന സമയത്ത് ഉമ്മ വീട്ടിലില്ല. നമ്മളെ ദർസും വീടൊക്കെ അടുത്തടുത്താണ്. അപ്പൊ വേദന വരുമ്പോ ഉമ്മാനെ വരും. ഉമ്മ, ഞാൻ വേദന്റെ സ്ഥലത്ത് എത്തിയതിന് ശേഷം ഉമ്മ ഫോൺ വിളിച്ചു. നോക്കുമ്പോ സഹോദരിയുടെ വീട് അവിടെ ഉണ്ട്. അവിടെ എന്റെ ഉമ്മ എന്നോട് പറയാണ്, ഞാൻ ഏതായാലും മന്ത്രിച്ചില്ല, നീ അവിടെ നല്ലൊരാളെ കൊണ്ട് മന്ത്രിച്ചിട്ട് എന്നിട്ട് സ്റ്റേജിൽ കയറിയാ മതി. അപ്പൊ എന്റെ അളിയൻ ഉണ്ടായിരുന്നു അവിടെ. അളിയൻ പറഞ്ഞു, അതാണ് ഉമ്മയും ഭാര്യയും തമ്മിലുള്ള വ്യത്യാസം.
ഉമ്മയും ഭാര്യയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ചില ചെറുപ്പക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്. കന്നഡയിൽ ഒരു വാക്കുണ്ട്, മുത്തു കൊടുവവളു ബന്ധാക തുത്തുകൊട്ടവളെന്നു മറയಬೇಡ. എന്തൊരു വാക്കാണ്. ഭാര്യ ഭാര്യ വന്നാൽ തൊത്തുകൊട്ടവളെന്നു മറയಬೇಡ, വണസുകൊട്ടവളെന്നു മറയಬೇಡ. തിന്നാൻ തന്ന ഉമ്മല്ലേ, ഉമ്മാനെ മറക്കണ്ട. ഇപ്പൊ സുബ്ഹാനല്ലാഹ് ഭാര്യക്ക് വേണ്ടി ഉമ്മനെ വേറെ താമസിപ്പിക്കുന്നു, ഉപ്പാനെ വേറെ താമസിപ്പിക്കുന്നു. പിന്നെ ഇവൻ എവിടെ? ഇവൻ മംഗലാപുരം ഫ്ലാറ്റില്. ഇവൻ മംഗലാപുരം ഫ്ലാറ്റിലാ. ഇവൻ ഗൾഫിൽ പോയപ്പോ കയ്യിൽ കുറച്ച് കാശായപ്പോ ഉമ്മാനെ കുറിച്ച് പരാതി. അപ്പൊ ഉമ്മ ഒരുപാട് നോക്കുമ്പോഴും ഉമ്മയും ഭാര്യയും തമ്മിൽ ശരിയാകുന്നത് കാണുന്നില്ല. അപ്പൊ ഇവൻ എന്താക്കി? ഭാര്യന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് മംഗലാപുരത്ത് ഫ്ലാറ്റ് ഉണ്ടാക്കിയിട്ട് ഇവനും ഇവന്റെ ഭാര്യയും മക്കളും അവിടെ. ഉമ്മയും ബാപ്പൊക്കെ കിന്നി തന്നെ, അവരവിടെ തന്നെ ഇരിക്കട്ടെ. അവർക്ക് മംഗലാപുരം ഒന്നും കാണേണ്ട ആവശ്യമില്ല. അവർ പഴയ ആളുകളില്ലേ, പഴയ ആളുകളായതുകൊണ്ട് അവർക്ക് അങ്ങനെ ഉൾപ്രദേശത്ത് തന്നെ ഉണ്ടായാൽ മതി. സുഹൃത്തുക്കളെ, മുത്തുകൊടുവളു ബന്ധാക തുത്തുകൊട്ടവളെന്നു മറയಬೇಡ. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ചെറുപ്പക്കാരെ, ഉമ്മ എത്രക്കും ഉമ്മ തന്നെയാണ്. നീ രാത്രി സമയത്ത് വൈകിട്ട് ഏകദേശം 3 മുമ്പ് വീട്ടിലേക്ക് വരുമ്പോ നീ കരുതിപ്പോയോ മോനെ, നിന്റെ ഉമ്മ കിടന്നുറങ്ങുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടോ? ഉറങ്ങും. എന്റെ മകൻ വന്നില്ലല്ലോ, എന്താണ് പരിസരത്തെ കുറിച്ച് വിശ്വസിക്കാൻ പറ്റൂല. എന്റെ മകൻ നേരത്തെ തന്നെ വരേണ്ടവനാണല്ലോ, അവൻ എന്തേ വരാത്തത് എന്നാലോചിച്ച് ഉമ്മ ഉറങ്ങൂല. കുറെ നേരം ഉമ്മ നിനക്ക് ഫോൺ വിളിക്കുകയാണ്. ആദ്യം കുറച്ച് കോൾ നീ അറ്റൻഡ് ചെയ്തു. എവിടെയാണ് മോനെ നീ ഉള്ളത്? വേഗാടായി, ഉറക്കം വരുന്നില്ല. അപ്പൊ ഇവൻ പറയാണ്, ഞാൻ ഇപ്പൊ വരും ഉമ്മ. ഇപ്പൊ സമാധാനത്തിൽ മറുപടി പറഞ്ഞു. രണ്ടാമതായി 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം മകൻ വരുന്നത് കാണാതായപ്പോ ഉമ്മ വീണ്ടും വിളിക്കുകയാണ്. അപ്പോഴും ഇവൻ സമാധാനം പറഞ്ഞു, ഉമ്മ 5 മിനിറ്റിന്റെ ഉള്ളിൽ വരൂ. ഉമ്മ മൂന്നാമതായി വിളിച്ചു, മോനെ 5 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചു. എന്താ മോനെ കാണാത്തത്? ഉമ്മ ഇപ്പൊ ഒരു 4 മിനിറ്റിന്റെ ഉള്ളിൽ വരും. 5 മിനിറ്റ് കഴിഞ്ഞ് 4 മിനിറ്റ് ആയി. 4 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉമ്മ വിളിക്കാണ്. വിളിക്കുമ്പോ പറഞ്ഞു, ഉമ്മ 3 മിനിറ്റ്, പിന്നെ 2 മിനിറ്റായി, 1 മിനിറ്റായി, പിന്നെ അര മിനിറ്റായി, പിന്നെ 1/4 മിനിറ്റായി, പിന്നെ സെക്കൻഡായി, പിന്നെ മൈക്രോ സെക്കൻഡായി, പിന്നെ ഉറങ്ങിക്കൂടി. എന്നെ ആലോചിക്കുന്നത് എന്റെ കാര്യം ഞാൻ നോക്കാം. ഞാൻ പഴയ പോലെ ചെറുതാണോ? ഇപ്പൊ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. നിന്റെ മുലപ്പാൽ കുടിക്കുന്നതൊന്നല്ലല്ലോ ഇപ്പോ. സുഹൃത്തുക്കളെ, കാരണം എന്താണ്? ജംഗ്ഷൻ ഇട്ട് നിവാസം ചെയ്യുന്നത് ഉമ്മാക്കറിയാം. എന്റെ മകൻ ഏതോ ഒരു കള്ളുകുടി എന്റെ കൂടെ കൂടിയിട്ട് കേടായി പോകുമോ? ഉമ്മാന്റെ മനസ്സനുവദിക്കുന്നില്ല. എന്റെ മകനായ ചെറുപ്പക്കാരനായ മകൻ ഏതോ ഒരു കഞ്ചാവ് ഉപയോഗിക്കുന്നവന്റെ കൂടെ കൂടി കേടായി പോകുമോ? നിങ്ങൾ ആലോചിക്കണം. ഞാൻ പറഞ്ഞത്, നീ എത്ര വൈകിപ്പോയാലും നീ വീട്ടിലെത്തിയെന്ന് ഉറപ്പിക്കാതെ ഉമ്മ ഉറങ്ങൂല. ഓ ചെറുപ്പക്കാരെ, കല്യാണം കഴിച്ച ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാണ്, ഒരു പക്ഷേ നിങ്ങളുടെ ഭാര്യമാര് ഉറങ്ങിയേക്കാം, ഉമ്മ ഉറങ്ങൂല. നിങ്ങൾ ആലോചിക്കണം. നേരത്തെ തന്നെ പോയി കിടന്നുറങ്ങേണ്ട സ്വഭാവം പാലിക്കണം. ഞാൻ എന്റെ വാല് കേൾക്കുന്ന പെങ്ങന്മാരോട് പറയട്ടെ, എന്റെ അനുജത്തിമാരെ, നാളെ നമ്മെ കൈപിടിക്കുന്ന ഭർത്താവ് വന്നാൽ തന്നെ ഉമ്മയും ഉപ്പയും മാതാവ് തന്നെ വളരെ വിഷമത്തോടെ ഒരു കാര്യം പറയട്ടെ. ഇന്ന് നമ്മുടെ സമുദായത്തിലെ എത്ര പെൺകൊടികളാണ് അതപ്പതിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷമം തോന്നരുത്. രക്ഷിതാക്കൾക്ക് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോ ഒരു വെറുപ്പ് തോന്നും. വെറുപ്പ് തോന്നിയാലും തോന്നിയില്ലെങ്കിലും സാരമില്ല. പറയേണ്ട കാര്യം പറയാതിരുന്നാൽ പറ്റത്തില്ല. ഞാൻ സൂചിപ്പിക്കുകയാണ്, നിങ്ങൾ
നിങ്ങളുടെ പെൺകുട്ടികള്, ആ പെൺകുട്ടികളെ നിങ്ങളതാ ക്യാമ്പസുകളിലേക്ക് പറഞ്ഞയക്കുന്നു, കോളേജുകളിലേക്ക് പറഞ്ഞയക്കുന്നു. എന്തിനാണ് പറഞ്ഞയക്കുന്നത്? എന്റെ മകൾ പഠിച്ചിട്ട് ഉഷാറാകണം. ശരിയാണ്, അത് എല്ലാവരും പഠിച്ചിട്ട് ഉഷാറാകണം. അത് വേണ്ടാന്ന് ഉസ്താദുമാർക്ക് അഭിപ്രായമില്ല, വേണ്ടത് തന്നെയാണ്. പക്ഷേ നമ്മുടെ പെൺകുട്ടി ഭൗതിക കാര്യങ്ങളോ അവർ ആത്മീയത കൈവിട്ടുപോയാൽ, ഇസ്ലാമിന്റെ നിയമങ്ങളെ വലിച്ചെറിഞ്ഞാൽ നാളെ നിങ്ങളെ നരകത്തിലേക്ക് നയിക്കുന്നത് ആ നിന്റെ പെൺകുട്ടിയാണ് കേട്ടോ. കാരണം എന്താണ്? മക്കൾ നന്നായാൽ മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് നയിക്കാൻ വകുപ്പുണ്ട്. മക്കൾ ചീത്തയായാൽ സ്വർഗത്തിലേക്കേണ്ട നരകത്തിച്ചു കൊണ്ടുപോകാൻ വകുപ്പുണ്ട്. ഹദീസുകളിലുള്ളതാണ്, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അതേ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മുടെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകരുത് എന്നല്ല പറയുന്നത്. ആ പെൺകുട്ടികൾ ഇപ്പൊ നിങ്ങൾ ഇവിടെ തന്നെ ചിന്തിച്ചോളൂ. നമ്മൾ സാധാരണഗതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു ഏരിയയാണ് KC റോഡ്. ആ ജംഗ്ഷനിൽ എത്ര പെൺകുട്ടികളാണ് പർദ്ദയിൽ ചില മുഖം മറച്ചിട്ടുണ്ട്, വേറെ ചില സഹോദരിമാരില്ല. ഞാൻ വേണ്ടി പറയുന്നതല്ല. ഈ പെൺകുട്ടികൾ എന്തിനാണ് എവിടത്? ശ്രീനിലേക്ക് പോവുകയാണ്, ശ്രീ കോളേജിലേക്ക് പോവുകയാണ്, മഹേഷ് കോളേജിലേക്ക് പോവുകയാണ്. ഫീസ് എത്രയാണ്? കൊല്ലത്തിന് 2 ലക്ഷമാണ്, 3 ലക്ഷമാണ്. പക്ഷേ പോലും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ലക്ഷങ്ങൾ എങ്ങനെയെങ്കിലും സ്വരൂപിച്ചിട്ട് ആ ലക്ഷങ്ങൾ ഈടാക്കുന്ന സ്ഥാപനങ്ങളിൽ തന്നെ. എനിക്കതിനോട് അസൂയ ഉണ്ടായിട്ടല്ല, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അതേ സമയത്ത് നിങ്ങളുടെ പെൺകുട്ടി ഇതുപോലെ അന്യ പുരുഷന്മാരായ ചെറുപ്പക്കാര് പഠിക്കുന്ന കലാലയങ്ങളിലേക്ക് നിങ്ങളുടെ പെൺകുട്ടികളെ പറഞ്ഞയച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ട്, എന്റെ മകൾ വിവാഹ പ്രായത്തിനെത്തുമ്പോ നല്ലൊരു ദീനീ ബോധമുള്ള ചെറുപ്പക്കാരനെ തേടി പിടിച്ച് അവളെ കൈപിടിക്കാൻ പ്രാപ്തമാകുന്ന വിധത്തിൽ അവളെ കെട്ടിച്ചു കൊടുക്കണേ എന്ന നിങ്ങളുടെ മനസ്സിലുള്ള ധാരണ, ആ ധാരണ 100% നിങ്ങളുടെ ഭൗതിക കലാലയങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുക മായിച്ചു കളയുന്നു. ഒരു ദിവസം കണ്ടാ നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങളെ മകൾ വരുന്നു, ആ മകളെ കൂടെ അവിടെയുണ്ട് ഒരു ചെറുപ്പക്കാരൻ. ആരടീവൻ? അപ്പോഴാണ് മറുപടി, അതെന്റെ ക്ലാസ്മേറ്റ് ആണ്. അവന്റെ ഉപ്പാനെ പരിചയമുണ്ടോ? അതെനിക്ക് പരിചയപ്പെടേണ്ട ആവശ്യമില്ല. മറുപടി അങ്ങനെ പോയി. ഉപ്പാനെ പരിചയമുണ്ടോ? അതെനിക്ക് പരിചയപ്പെടേണ്ട ആവശ്യമില്ല. ഉമ്മാനെ പരിചയമുണ്ടോ? കുടുംബക്കാരെ പരിചയമുണ്ടോ? അതെനിക്ക് പരിചയപ്പെടേണ്ട ആവശ്യമില്ല. അതെന്തിനാ മോളെ ഇപ്പൊ ഈ കൂട്ടിക്കൊണ്ടുവന്നത്? അത് ഇനി ഭാവിയിൽ എന്റെ പുതിയാപ്പിളായി വരാൻ പോകുന്ന ചെറുപ്പക്കാരന് നേരത്തെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാ. ഇനി ആ സമയത്തൊന്നും നിങ്ങൾ റിജക്ട് ചെയ്യണ്ട, ഇനി വേറെ ഒന്നും തെരഞ്ഞു നോക്കണ്ട എന്ന് നേരത്തെ സൂചിപ്പിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവന്ന് നിങ്ങളെ മുന്നിൽ വെച്ച് കാണിച്ചതാണ്. ധൈര്യമുണ്ടോ രക്ഷിതാക്കൾക്ക് ഇറങ്ങിപ്പോടോന്ന് പറയാൻ? ചെറുക്കന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഇല്ല ഇല്ല. എന്തേ കാരണോ? അങ്ങനെ നിങ്ങളവിടെ ധൈര്യം കാണിച്ചാൽ നിങ്ങളെക്കാളും വലിയ ധൈര്യം നിങ്ങളുടെ മകൾ കാണിക്കും. എന്താണ് നിങ്ങളുടെ മകൾ കാണിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ബാപ്പ ഒറ്റയ്ക്ക് ഈ ചെറുപ്പക്കാരൻ പോകൂല, അവന്റെ കൂടെ ഞാനും പോകാമെന്ന് പറഞ്ഞ് അവൻ കൈപിടിച്ചിട്ട് നിന്റെ പൊന്നാര മോള് നിന്റെ വീട്ടിന്റെ പടിയിറങ്ങി പോകുന്ന രംഗമുണ്ട്.
ആരാണ് രക്ഷിതാക്കളെ ഉത്തരവാദികൾ? ആ പെണ്ണിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം പരിസരങ്ങൾ മുഴുവനും വൈകാരികമായ ചിന്താഗതിയുള്ളതാണ്. പരിസരങ്ങൾ മുഴുവനും അനാശാസ്യ കലർന്നതാണ്. പരിസരങ്ങൾ മുഴുവനും തോന്നിവാസങ്ങളിൽ പടർന്ന് പന്തലിച്ചത്. പിന്നെ ആരെയാണ് ഇവിടെ പെടുത്തേണ്ടത്? ഈ പെൺകുടിയെ അന്യ ചെറുക്കന്മാര് വിദ്യ നുകരുന്ന കലാലയങ്ങളിലേക്ക് പറഞ്ഞയച്ച രക്ഷിതാക്കളില്ലേ, അവരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് കേട്ടോ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ നിങ്ങൾക്ക് പെൺമക്കളില്ലേ?